ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആട് 3 കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുട്ടി റിവ്യൂവും കൂടെ പറയുന്നുണ്ട് ലാസ്റ്റ്. ഇന്നലെയാണ് കേട്ടോ ആട് 3 റിലീസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ല കോമഡി ആയിട്ടുള്ളൊരു ഫിലിമാണ് കേട്ടോ. ഇന്നലെ തൊട്ട് ഇവിടെ റമദാൻ്റെ അവധി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എണീറ്റപ്പോൾ തന്നെ ഇച്ചിരി ലേറ്റായിരുന്നു. ഇൻ മൈ ലൈഫ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് പോരായ്മയൊക്കെ കാണും. രാവിലെ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്ക് നല്ല ഒരു ഊണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മീനായിട്ട് അയലയും അതുപോലെ തന്നെ മത്തിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ഞാൻ ഫ്രൈ ചെയ്യാണ്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടേ, മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാമേ. ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങയൊക്കെ ചേർത്തൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ഈ 2 ടൈപ്പ് മീനിനും ഞാൻ ഒരേ മസാല തന്നെ കേട്ടോ എടുക്കുന്നത്. മത്തിക്ക് പിന്നെ കുറച്ചും കൂടെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യാറുണ്ട് കൂടുതലായിട്ട്. ഇത് നന്നായിട്ട് മസാലയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കാബേജ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനിങ്ങനെ ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് വലിയ പീസുകൾ ഞാൻ ഈ ഒരു ചോപ്പറിലും കൂടെ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2ലും കൂടെ വെച്ചെടുക്കണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഈ ചോപ്പ് ചെയ്തെടുത്താൽ മതിയായിരുന്നു കേട്ടോ. ഇതൊക്കെ പൊട്ടിച്ച് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കാബേജും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മീനൊരു ഭാഗത്ത് ഫ്രൈ ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ തോരനും റെഡി ആവുന്നുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പുളിയൊക്കെ ചേർത്ത്. അതിനായിട്ട് പച്ചമുളകും ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി ചമ്മന്തിയും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കപ്പ ഉണ്ടായിരുന്നു. കപ്പ കുറച്ചൊന്ന് ഞാൻ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അതും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസത്തെ പയർ തോരനാണ്, അതും കൂടെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ മൂവി കാണാനായിട്ട് ഒരു 7 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മൂവി 9:40 പക്ഷേ ഡ്രാഗൺ മാർട്ടിലാണ് പോകുന്നത്. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ വില്ലയിലുള്ള ഒരു ചേച്ചിയും പിന്നെ കസിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൂവി കാണാനായിട്ട്. ഞങ്ങൾ പോണ വഴിക്ക് KFC കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. KFC ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ സിനിമ കാണാനായിട്ട് പോകുന്നത്. ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നപ്പോൾ ഒത്തിരി സമയം ഉണ്ടായിരുന്നു കേട്ടോ മൂവി തുടങ്ങുന്നതിന് മുന്നായിട്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാർട്ടൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. കുറേ മുന്നേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്കിവിടെ നല്ല ചീപ്പ് വിലയ്ക്ക് കിട്ടും. ഇതൊക്കെ വീടിലും അതുപോലെ തന്നെ പുറത്തൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ റിയൽ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലിങ്ങനെ പമ്പ് ചെയ്ത് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പുറത്തൊക്കെ ഇങ്ങനെ വീടിലായാലും ഓഫീസിലായാലും ആളുകളിലായാലും ഇങ്ങനെ പുറത്തൊക്കെ ഔട്ട് സൈഡ് വെക്കാൻ പറ്റിയ ഒത്തിരി കിടിലം ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. പിന്നെ വീടിന് അകത്തായിട്ട് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നേ. ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഡെക്കോർ ഐറ്റംസും ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെയർ, ടേബിള് അങ്ങനെയൊക്കെ ഉള്ള ഫർണിച്ചർ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ കറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നേ. ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഡെക്കോർ ഐറ്റംസും ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സിനൊക്കെ ഇവിടെ ഒത്തിരി വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. 5 dirhams, 30 dirhams, 20 dirhams അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളുടെ ആയാലും ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ടോയ്സ് ഷോപ്പുകളുണ്ട് കേട്ടോ. നല്ല വിലക്കുറവിനാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. നമുക്കറിയാം ആട് 1st 2nd ഒക്കെ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച ഒരു ഫിലിമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മളെ ഇങ്ങനെ ഇരുത്തി കാണുന്ന ഒരു ഫിലിമായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ആട് 1st 2nd പോലെയല്ല, കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ആട് 3 ആണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആട് 3ലെ ഫസ്റ്റ് ഹാഫ് പാർട്ടിനേക്കാളും എനിക്ക് സെക്കൻഡ് ഹാഫാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമായത്. ഫസ്റ്റ് ഹാഫിൽ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ 1st 2nd പോലെ തന്നെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലായപ്പോൾ നമ്മളെ കഥ കുറച്ചും കൂടെ ഒന്ന് ത്രില്ലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ മെയിനായിട്ട് ടൈം ട്രാവലാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ
മുമ്പത്തെ ആട് ഫസ്റ്റിലെയും സെക്കൻഡിലെയും ആ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ആട് ഫസ്റ്റും സെക്കൻഡും കാണാത്തവർ അല്ലെങ്കിൽ കുറച്ചൊന്ന് മറന്നു പോയിട്ടുള്ളവരൊന്ന് കണ്ടാൽ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ. എന്തായാലും ഞാൻ ഇതുപോലെ ഫസ്റ്റും സെക്കൻഡും കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ നിന്നിട്ടില്ലായിരുന്നു. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവരുടെ എല്ലാവരും ആ ഒരു സിഗ്നേച്ചർ ട്യൂൺസ് അത് കിടിലമായിരുന്നു കേട്ടോ. ആ പഴയ ആ ഒരു ട്യൂണിനെ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് നല്ലൊരു നമ്മളെ ഒരു നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് കുറച്ചും കൂടെ ഒന്ന് മികച്ചതെന്ന് പറയില്ല, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ ഫുള്ള് നല്ലൊരു കോമഡി ഫീലായിരുന്നു കേട്ടോ ഇത് കണ്ടിറങ്ങിയപ്പോൾ. ഞാനിങ്ങനെ ഫിലിമിനെ പറ്റിയൊന്നും ഇതുവരെ അങ്ങനെ റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. കാര്യം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു കിടിലൻ മൂവിയാണ്. ടേക്കായാൽ പോലും നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ റമദാന് എന്തായാലും അവധിയൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. തിയേറ്ററിൻ്റെ അകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കാണിച്ചു തരാത്തതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത്രയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.